ഹായ് ഹലോ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്ന് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ എപ്പിസോഡൊന്നും വന്നിട്ടില്ല, പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നന്ദയും ഗൗതമും തമ്മിൽ ഇപ്പോൾ വലിയ വഴക്കും തർക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൗതം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഗൗതം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും നന്ദ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. നന്ദ ഗൗതം തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ അവരുടെ ഇടയിൽ വീണ്ടും വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിച്ച് വീണ്ടും അവരുടെ ആ ഒരു തർക്കവും വഴക്കെല്ലാം വീണ്ടും പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിങ്കി പലവട്ടം ശ്രമിക്കുന്നുണ്ട്. അത്രയ്ക്ക് പിങ്കി ആ ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വലിയൊരു തർക്കങ്ങൾ തന്നെ നമ്മുടെ ഇന്ദിവരം തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നന്ദ അത്രത്തോളം ആഗ്രഹിച്ച ആ ഒരു ഡാൻസ് പ്രോഗ്രാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗതം തന്നെയാണ് ശ്രമിച്ചത് എന്ന് തന്നെയാണ് നന്ദ വിശ്വസിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ പിങ്കിയുടെ കുറച്ച് ഏഷണിയും കാര്യങ്ങളും കൂടി ആവുമ്പോഴത്തേക്കും പിന്നെ അത് പറയണ്ടല്ലോ, അങ്ങനെ വലിയൊരു തർക്കങ്ങൾ തന്നെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നന്ദ ഇപ്പോൾ ഒരു റൂമിലാണെങ്കിൽ പോലും സെപ്പറേറ്റഡ് ആയിട്ടാണ് അവർ കിടക്കുന്നത്. ഗൗതം കട്ടിലും നന്ദ തറയിലുമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഗൗതം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ നന്ദ അതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനെ രാവിലെ തന്നെ നന്ദയെ വിടാൻ വേണ്ടിയിട്ട് ഗൗതം രാവിലെ തന്നെ ഒരുങ്ങി യൂണിഫോം ഒക്കെ ഇട്ട് അവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിലും നന്ദ പതുക്കെ ഇറങ്ങി വന്നതിന് ശേഷം നന്ദ ഇറങ്ങി പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. അപ്പം പിങ്കി പറയുവാണ് നന്ദ നിന്നെ വിടാൻ വേണ്ടിയിട്ടാണ് ഗൗതം ഇത്രയും കാത്തിരിക്കുന്നത്, അതുകൊണ്ട് നീ എവിടെ പോകുന്നു? നീ ലഞ്ചും കൊണ്ട് ലഞ്ച് പിടിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി. ഇനിയിപ്പോൾ നടന്നു, നീ ഇനി അത് അവിടെ വിട്, നീ ഇനി വലിയ പ്രശ്നമാക്കേണ്ട ഒരു ആവശ്യമില്ല, നടക്കട്ടെ, ഇനി വേറെ കാര്യമാക്കണ്ട എന്നൊക്കെ ഗൗതം പിങ്കി അവിടെ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും പിങ്കി സ്നേഹത്തോടെ പറയുന്നതല്ല, വീണ്ടും നന്ദയുടെ മനസ്സിൽ ഏഷണി കയറ്റാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. പക്ഷേ നന്ദ അതൊന്നും കേട്ടിട്ട് അതൊന്നും വിശ്വസിക്കാനൊന്നും തയ്യാറാവുന്നില്ല. നന്ദ പറഞ്ഞത് ഞാൻ ഇനി ഒരാളെ കൂടെയും പോകുന്നില്ല, എന്നെ ഇത്രയും കാണിച്ച അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം നഷ്ടം ഉണ്ടാക്കി തന്ന ആരെ കൂടി ഞാൻ ഇനി പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ തന്നെ ഇറങ്ങും, എന്നെ പിക്കാനായിട്ട് മിഥുൻ വരുന്നുണ്ട്, ഞാൻ മിഥുനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മിഥുൻ്റെ ബൈക്കിൽ പോയിക്കോളാം എന്ന് നന്ദ അവിടെ പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാനോ ഒന്നും നമ്മുടെ ഗൗതം തയ്യാറാവുന്നില്ല. അങ്ങനെ ചെറിയ തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവസാനം നന്ദ എനിക്ക് ടിഫിനും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇനി എന്തായാലും ഗൗതമിനോട് കൂടെ പോകുന്നുള്ളൂ, ഇനി വിശ്വാസവഞ്ചന കാണിക്കുന്നവരുടെ കൂടെ പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നന്ദ അവിടെ സംസാരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നന്ദ പോയതിനു ശേഷം ഗൗതമിനോട് പിങ്കി പറയുവാണ് ഗൗതം നല്ലതിന് വേണ്ടി ചെയ്തത് ഇപ്പോൾ ഇത് തിരിച്ചടിയായിട്ടാണ് ഗൗതമിന് മാറിയിരിക്കുന്നത്. ഗൗതം എന്തായാലും നന്ദയെ തിരുത്താൻ വേണ്ടിയിട്ട് നന്ദയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ ഗൗതമിനെ ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നന്ദ തയ്യാറാവുന്നില്ല. ഇത് ഭയങ്കര മോശമാണ്, ഗൗതം പറയുന്നതൊന്നും നന്ദ അനുസരിക്കാൻ പോലും തയ്യാറാവുന്നില്ല ഗൗതം എന്നൊക്കെ പറഞ്ഞ് ഗൗതമിന്റെ മനസ്സിലും കൂടി കുറച്ച് ഏഷണി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച പിങ്കിക്ക് അവസാനം നല്ല തക്ക മറുപടിയുമായിട്ട് നമ്മുടെ പിങ്കിയുടെ വായ അടപ്പിക്കുന്ന രീതിയിലാണ് ഗൗതമിന്റെ അവിടെ മറുപടി വന്നത്. ഗൗതം പറഞ്ഞത് ഞാനും നന്ദയും തമ്മിൽ ഇപ്പൊ വഴക്കാണ്, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും അടിയാവും, സംസാരിക്കാതെ ആവും, അവസാനം ഞങ്ങൾ ഡിവോഴ്സിലെത്തും. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മായി ഭയങ്കരമായിട്ട് പേടിച്ചു പോയോന്ന്, എന്റെ മക്കൾ ഡിവോഴ്സിലാണോ എന്ന് പറഞ്ഞിരുന്ന സമയത്ത് പിങ്കിയുടെ മനസ്സിലും ചെറിയൊരു സന്തോഷം വന്നു. എന്നിട്ട് ഗൗതം പറഞ്ഞത് ഇതായിരിക്കും പിങ്കി വിചാരിക്കുന്നത്, പക്ഷേ പിങ്കി വിചാരിക്കുന്നതെല്ലാം തെറ്റാണ്, നീ വിചാരിക്കും പോലെയല്ല ഞാൻ വിചാരിക്കുന്നത്, നിന്റെ ആ ഒരു മോഹമെല്ലാം വെറും കെട്ടുകഥകളായിട്ട് അല്ലെങ്കിൽ ആ ഒരു മോഹങ്ങളായിട്ട് തന്നെ മാറും. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവസാനം നീ തന്നെ ഇത് ആഗ്രഹിച്ച് നിനക്ക് വല്ല മെന്റലായി പോവും പിങ്കി. അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ ഇതൊരു അസുഖമാണ്, ഈ രോഗത്തിന് ചികിത്സ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ അവിടെ ഗൗതം പിങ്കിക്ക് തക്ക മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും പിങ്കിയോ ഇത് കേട്ട് ഈ ചെവി കൂടെ കളഞ്ഞിട്ട് വീണ്ടും പിങ്കി തന്നെ ഇതേ പിറകെ പോയി അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇന്ദിവരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നന്ദ കോളേജിൽ പോയി ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നന്ദയ്ക്ക് എല്ലാവരുടെ നിന്നും പരിഹസമാണ് കേൾക്കാൻ പോകുന്നത്. കാരണം അത്രത്തോളം വെല്ലുവിളിച്ച് ഡാൻസ് പ്രോഗ്രാം ജയിക്കും എന്നൊക്കെ വെല്ലുവിളിച്ച നന്ദയ്ക്ക് ഒരുപാട് തിരിച്ചടികളാണ് ഇനി ലഭിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചില രഹസ്യങ്ങളും പിങ്കി തന്നെ കാട്ടിക്കൂട്ടി ഈ നിഗൂഢ രഹസ്യങ്ങൾ നന്ദ പൊളിച്ചടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഈ രഹസ്യം പൊളിച്ചടുക്കി കഴിഞ്ഞാൽ പിങ്കി നേരിടാൻ പോകുന്നത് വലിയൊരു ദുരന്തമായിരിക്കും. അതിനുശേഷം ഇന്ത്യയിലുള്ള എല്ലാവരിൽ നിന്നും പിങ്കി ഏറ്റുവാങ്ങാൻ പോകുന്നത് തിരിച്ചടികളായിരിക്കും. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒന്നാമത് നന്ദയ്ക്ക് അത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ പിങ്കി കേട്ടുന്ന ഈ ഏഷണി വലുതായി നന്ദയും ഗൗതമും തമ്മിൽ പിരിയുമോ? അതോ ഇനി ഈ രഹസ്യം ഗൗതം സാർ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിച്ച് നന്ദ തന്നെ ഇതിന്റെ രഹസ്യങ്ങൾ പൊളിച്ചടുക്കുമോ? അങ്ങനെ പൊളിച്ചടുക്കി കഴിഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും ജയിലിൽ ഇത് അഴിക്കുള്ളിലാകാൻ പോകുന്നത്? ആർക്കൊക്കെ ആയിരിക്കും ഇനി
തിരിച്ചടികൾ ലഭിക്കാൻ പോകുന്നത്. എന്തായാലും ഉറപ്പായിട്ട് പിങ്കി പടിയിറങ്ങാനുള്ള സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് നാളെ കാണാൻ. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.